जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तुते. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പാറയ്ക്കടുത്ത് തേനാരിയിലെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ മധ്യാരണ്യ ശ്രീരാമക്ഷേത്രം. യുഗത്തിൽ ഈ ശ്രീരാമലക്ഷ്മണന്മാർ വനവാസമായിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഒരു കഥ ഐതിഹ്യം വരുന്നത്. ഈ ത്രേതായുഗത്തിൽ ഈ സീതാന്വേഷണമായി വരികയും ഈ അടുത്തൂടെ ഒരു പുഴയുണ്ട്, കോലിയാർ പുഴ. അവിടെ വന്ന് ഈ ശ്രീരാമൻ്റെ മരൂരിയും കൃഷ്ണാഞ്ജലും ഒക്കെ വെച്ച് കുളിക്കുകയും അപ്പോൾ കുളിച്ചു കഴിഞ്ഞ ശേഷം ലക്ഷ്മണനോട് ആ മരൂരിയും കൃഷ്ണാഞ്ജലും എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അപ്പോൾ പല ചിന്തയിലായിരുന്ന ലക്ഷ്മണൻ അത് കേട്ടില്ല. അപ്പോൾ അത് ഏട്ടൻ പറഞ്ഞത് അനുസരിക്കാത്ത കാരണം ലക്ഷ്മണന് ഒരു പാവം കിട്ടുകയാണ്. ഇനി ഏട്ടനെ സേവിക്കാൻ എനിക്കാവില്ല, കാശിയിൽ പോയി കുളിച്ച് കാശി വിശ്വനാഥനെ തൊഴുത് വന്നാൽ മാത്രമേ ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സേവിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഐഡിയയുണ്ട്. അപ്പോൾ അതെന്തൊരു ലക്ഷ്മണനെ ശ്രീരാമനെ പിരിഞ്ഞ് വേറെ കാലം ഇരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഈ മധ്യാരണ്യസ്ഥിതി. ഈ മധ്യാരണ്യ ശിവക്ഷേത്രം അടുത്ത് തന്നെയുണ്ട്. ഈ മധ്യാരണ്യത്തിൽ വരികയും ഇവിടെ കാശി വിശ്വനാഥൻ ഇവിടെയുണ്ട്, ഇവിടെ ബ്രഹ്മകുണ്ടങ്ങളുണ്ട്, ഗായത്രി ചരിയുണ്ട്, അഷ്ടമപാലകന്മാരുണ്ട്. ഇവിടെ വന്ന് ഹോമങ്ങൾ നടത്തി ജ്ഞാനശ്രുതി മഹർഷീൻ്റെ അശ്രീതി പ്രകാരം ശ്രീരാമൻ അമ്പെടുത്ത് ഈ തീർത്ഥം കാശി തീർത്ഥം ഇവിടെ വന്നതായിട്ടാണ് ഐതിഹ്യം. ഇവിടെ വന്ന് ഈ ഹോമങ്ങൾ കഴിഞ്ഞ് ഭസ്മമൊക്കെ രേഖത്ത് തേച്ച് ഇവിടെ വന്ന് കുളിച്ച് പാവം മുക്തനായി എന്നാണ് ഇതിനത്. പിന്നെ ഇവിടെ ഇവിടെ ശ്രീരാമൻ ആ ദശരഥ മഹാരാജൻ്റെ വിനിയോഗ സമയത്ത് ഇവിടെ ദശരഥ മഹാരാജാവിന് ബലിതർപ്പണം നടത്തിയതായിട്ടൊരു കഥയുണ്ട്. ഈ കുളക്കരയിൽ കാക്കിനെ ഇരുത്തിയിട്ടുണ്ട് ശനി ഭഗവാന്റെ. ഈ എന്താ അതിന് കാരണം കേട്ടാൽ ഈ ദശരഥ മഹാരാജ് വേട്ടയ്ക്ക് പോകുമ്പോൾ മുനികുമാരനെ കൊല്ലുന്നത് ഈ ശനിദോഷമുള്ള സമയത്താണ്. അപ്പോൾ ശനി ഭഗവാൻ പറയുന്നു അത് കാരണമാണല്ലോ ദശരഥ മഹാരാജാവ് വേട്ടയ്ക്ക് പോകാനും ഈ മുനികുമാരൻ മരിക്കാൻ ഇടയുണ്ടായ കാരണത്തെക്കുറിച്ച് പാശ്ചാത്യപിക്കുകയാണ് ശനി ഭഗവാൻ. അതുകൊണ്ട് ഈ തീർത്ഥത്തിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ ശനിയുടെ അതിൻ്റെ അപാകരങ്ങൾ മാറിക്കിട്ടുമ്പോഴാണ് ഈ കുളക്കരയിൽ ഈ ഇവിടെ വെച്ച് കാക്കിനെ എത്തുകയും ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി പിണ്ടത്തിനെ എടുക്കാനുള്ള കാക്ക കുളക്കരയിൽ നിർത്തിയതായിട്ട് ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ദിവസവും ഇവിടെ കാലത്ത് 6 മണിയിലിരുന്ന് 9:30 വരെ ബലിതർപ്പണം നടത്താറുണ്ട്. ഈ തീർത്ഥം ഇവിടെ കളവായി കൂടെ കുളിക്കുകയും ഈ ശനീൻ്റെ ദോഷം എന്ത് ദോഷഫലം ഉണ്ടെങ്കിലും ഈ തീർത്ഥം കുളിച്ചാൽ ഒഴിഞ്ഞു കിട്ടുന്ന ഒരുപാട് ഭക്തർ തമിഴ്നാട്ടിലെ പല ഭാഗത്തുനിന്നും ഈ തീർത്ഥം കുളിക്കാൻ മാത്രമാണ് ഈ അമ്പലത്തിൽ കൂടുതൽ പ്രാധാന്യത്തിൽ വരുന്നത്. തീർത്ഥം കുളി ആണ് ഇവിടെ പ്രാധാന്യം. ഇവിടെ നിത്യപൂജ പറഞ്ഞാൽ കാലത്ത് പുലർച്ചെ 5 മണിക്ക് തുറക്കും, 10:30 വരെയാണ്. കാലത്ത് 6:20 5 മണിക്ക് കഴിഞ്ഞാൽ നിർമ്മാല്യ ദർശനം, 6:20 മലർ നിവേദ്യം, 9 മണിക്ക് പാൽപ്പായസം, വൈകുന്നേരം 5 മണിക്ക് അമ്പലം തുറക്കും, ദീപാരാധന. അത് കഴിഞ്ഞ് 6:20 ദീപാരാധന, അത്താഴ പൂജ 7 മണിക്ക്. അത് കഴിഞ്ഞ് നടയടയ്ക്കാറുണ്ട്. വിശേഷ ദിവസം പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ കർക്കിടക 31 ദിവസവും രാമായണ പാരായണങ്ങളും അന്നദാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാമനവമി, ഈ പൂജ വെപ്പ്, ഇങ്ങനെ എല്ലാ ദിവസവും 10 ദിവസം നമ്മൾ ഉത്സവം ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയും ഉപദേവ പ്രതിഷ്ഠന്മാർ ഏതൊക്കെയാണെന്നുള്ളൊന്ന്. ശ്രീരാമചന്ദ്ര പ്രഭോ പ്രസീദ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് രാമൻ ലക്ഷ്മണനാണ്. അതായത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം മഹാവിഷ്ണു രാമനായിട്ടും അനന്തമൂർത്തി ലക്ഷ്മണനായിട്ടും ഭരതശത്രുഘ്നന്മാർ ശംഖുചക്രമായിട്ട് ആണ് നമ്മൾ ഹിന്ദു പുരാണം പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതായത് രാമനും ലക്ഷ്മണനും അമ്പും വില്ലും ഒക്കെ നിൽക്കുന്ന ഒരു രൂപത്തിലുള്ള പ്രതിഷ്ഠ. അത് അനന്തൻ്റെ മേലിൽ നിൽക്കുന്ന പ്രതിഷ്ഠ. 5 തല അനന്തനാണല്ലോ, ആ 5 തലയിൽ രാമനും ലക്ഷ്മണനും നിൽക്കുന്ന ഒരു പ്രതിഷ്ഠ. ഇത് സാധാരണ എവിടെയും കാണാത്തൊരു പ്രതിഷ്ഠയാണ്. ഈ അമ്പലത്തിൽ വിശേഷം അത് തന്നെയാണ്. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിൻ്റെ ഇവിടെ ഹനുമാൻ സ്വാമിക്ക്
ഇടത് കൈയിൽ തൃക്കൈ വെണ്ണയും വലത് കൈ ഉയർത്തി നമ്മളെ അഭയഹസ്തം എന്ന് പറയുന്ന രീതിയിൽ അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയാണ്. ഈ 2 പ്രതിഷ്ഠ സാധാരണ ഒരു രാമക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇവിടുത്തെ വിശേഷം. ഇവിടെ കർക്കിടക മാസത്തിൽ വിശേഷമായിട്ട് രാവിലെ 4:30 മണിക്ക് നിർമ്മാല്യ ദർശനം, അത് കഴിഞ്ഞ് നിർമ്മാല്യ ദർശനം, ഉഷപൂജ, മലർ നൈവേദ്യം, അത് കഴിഞ്ഞ് ഗണപതി ഹോമം, അത് കഴിഞ്ഞ് 9 മണിക്ക് ഉച്ചപൂജ, അത് കഴിഞ്ഞ് രാമായണ പാരായണം 12 മണി വരെ, അത് കഴിഞ്ഞ് അന്നദാനം. അത് കർക്കിടക മാസം മാത്രമുള്ള വിശേഷ പൂജയാണ്. അതല്ലാതെ ബാക്കി 11 മാസങ്ങളിലും രാവിലെ 5:30 നട തുറക്കും. നട തുറന്ന ഉടൻ നിർമ്മാല്യ ദർശനം, ഉഷപൂജ, 6:15 ഉഷപൂജ കഴിക്കും. അത് കഴിഞ്ഞാൽ 9 മണിക്ക് 8:45 to 9 മണി വരെയുള്ള സമയത്താണ് ഉച്ചപൂജ നടക്കുന്നത്. ഉച്ചപൂജ കഴിഞ്ഞ് അതുപോലെ ഗണപതിക്ക്, ഹനുമാൻ സ്വാമിക്ക്, നവഗ്രഹ ഈ 3 ദൈവങ്ങൾക്കും നടത്താറുണ്ട്. അതുകൂടാതെ 10:30 നട അടയ്ക്കും. അത് സാധാരണ. അതുപോലെ വൈകുന്നേരം 5 മുതൽ 7 വരെയാണ് തുറക്കാറുള്ളത്. 6 മണിക്ക് ദീപാരാധന, അതായത് സൂര്യാസ്തമനം അനുസരിച്ച് 6, 6:10 ദീപാരാധന, 6:45 അത്താഴപൂജ. ഇതാണ് ഇവിടുത്തെ പൂജാ സമ്പ്രദായം.